ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അത്ര ഭയമാണെങ്കിൽ അവർ ഓൾ ഇന്ത്യ സർവീസിൽ പുറത്തു പോകണം, ഇരിക്കാൻ യോഗ്യരല്ല. നിങ്ങൾക്ക് ആജീവനാന്തം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടിമയെ പോലെ കഴിഞ്ഞാൽ എങ്ങനെയും രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ അതിന് ജനാധിപത്യം നൽകുന്ന മറുപടിയാണിത്. നിങ്ങളുടെ പ്രവൃത്തി സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അന്ന് ശ്രീ കെ കരുണാകരൻ, അപ്പോൾ അദ്ദേഹം വളരെ കോപാകുലനാണ്. ഇപ്പോൾ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് വിശദമായി വിശദീകരിച്ചു. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി കേട്ടിട്ട് അദ്ദേഹം എൻ്റെ നിലപാടിനോട് യോജിച്ചു. ഒരു AR ക്യാമ്പിൽ റൗണ്ട്സ് കാണാതായി. ഇതിന്മേലൊരു എൻക്വയറി ഓർഡർ ചെയ്തു. ആ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലും മാറ്റങ്ങളുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായത് ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനും മുൻ DGPയുമായ A. ഹേമചന്ദ്രൻ്റെ നിയമനമാണ്. അതിനു പിന്നാലെ അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറി, അതിൻ്റെ ടൈറ്റിൽ പോലും കൗതുകമാണ്. അധികാരത്തിൻ്റെ വഴി അനീതിയുടെയും. പോലീസിലെ ഗുണ്ടകളെയും പുഴുക്കുത്തുകളെയും തുറന്നു കാട്ടുന്ന പുസ്തകം ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ A. ഹേമചന്ദ്രൻ. സ്വാഗതം സർ. 2020 സാറ് റിട്ടയർഡ് ആകുന്നു. ഒരു 6 വർഷത്തിന് ശേഷം സർക്കാരിൻ്റെ ഒരു കീ പോസ്റ്റിൽ നിയമിതനായി മടങ്ങിയെത്തുന്നു. ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ 1986 മുതൽ 2020 വരെയുള്ള അനുഭവം, അതിനുശേഷം ഒരു പൗരനെന്ന നിലയിൽ പുറത്തു നിന്നുള്ള അനുഭവം, അതിനിടയിൽ ഞാൻ ഈ അനുഭവങ്ങളിലേക്ക് തിരിച്ചുപോയി എഴുതിയ പുസ്തകം, അപ്പോൾ അതിലൂടെയൊക്കെ ലഭിച്ച ഉൾക്കാഴ്ച അത് ഏതെങ്കിലും നിലയിൽ സംസ്ഥാന പോലീസ് സംവിധാനത്തെ, ആഭ്യന്തര വകുപ്പിന് സഹായകമായി ഭവിക്കുമെങ്കിൽ അത് വിനിയോഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം കേരളത്തിലെ പോലീസ് സമ്പ്രദായം നമുക്ക് ജനാധിപത്യ രീതിയിൽ കഴിഞ്ഞ 10-75 വർഷമായി നിലനിന്ന് പോകുന്ന സംവിധാനം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രക്രിയയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഗുണകരമാകും എന്ന നിലയിലാണ് ഞാൻ ഈ ഉത്തരവാദിത്തത്തെ കാണുന്നത്. അങ്ങ് ഈ ഒരു പദവിയിലെത്തിയപ്പോൾ എല്ലാവരും വളരെ കൃത്യമായൊരു തീരുമാനമെന്ന രീതിയിൽ ഒരൊറ്റ കോൺട്രവേഴ്സി പോലും ഉണ്ടായില്ല. അത് സ്വാഭാവികമായും സർവീസിലിടനീളം അങ്ങേക്കുണ്ടായ ഒരു ക്ലിയർ ഇമേജ് അതുതന്നെ ആയിരിക്കണം. എന്തായാലും ഈ 6 വർഷം വിരമിച്ച് ഒരു വിശ്രമ ജീവിതം നയിക്കുന്നു. ആ സമയത്ത് എപ്പോഴെങ്കിലും സാർ വിചാരിച്ചിരുന്നോ ഇതുപോലൊരു സർക്കാരിൻ്റെ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഒരു നിയമനം ഉണ്ടാകുമെന്ന് അങ്ങ് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണോ? തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ചുമതല വന്ന് ചേരുന്നത്. അത് ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി, ഒരൊറ്റ ശമ്പളമോ അല്ലെങ്കിൽ ഒരൊറ്റ ആനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്ന്, വാഹനമോ ഒന്നും തന്നെ വേണ്ട, ഓഫീസ് പോലും വേണ്ട എന്ന രീതിയിൽ തന്നെ അങ്ങ് തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് ആണെന്ന്. ഇല്ല, ശമ്പളം വാങ്ങാതെ ഓണററി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തത്. ഔദ്യോഗികമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വാഹനം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സഹായം സർക്കാരിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കാരണം ഇത്തരമൊരു റോളിൽ വരുമ്പോൾ അതിനെ ഒരു ധനസമ്പാദന മാർഗം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന് നൽകുന്നത് അത് ഒരു പ്രതിഫലം വാങ്ങേണ്ട ഒരു ജോലി എന്ന നിലയിൽ ഞാനതിനെ കാണുന്നില്ല. അതൊരു പ്രധാന ഉത്തരവാദിത്തമാണ്. കാരണം ഈ സർവീസ് തന്നെയാണ് എനിക്കെല്ലാം തന്നിട്ടുള്ളത്. ഈ IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ ഈ സംവിധാനത്തിൽ 34 വർഷം ജോലി ചെയ്ത അത് തന്നെയാണ് എനിക്കെല്ലാം തന്നിട്ടുള്ളത്. അപ്പം ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അതിനെ വീണ്ടും ഒരു ധനസമ്പാദന മാർഗം എന്ന നിലയിൽ കാണേണ്ടതില്ല. കാരണം ഈ ഗെയിൻ എന്ന് പറയുന്നത് പല രൂപത്തിലാണല്ലോ.
പല രൂപത്തിലാണല്ലോ. കാരണം ഈ എൻ്റെ വ്യക്തിത്വം തന്നെ രൂപപ്പെടുത്തിയത് ഈ സർവീസ് ജീവിതമാണ്. അപ്പോൾ അതിൽ നിന്ന് ചിലത് തിരിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങേക്ക് തിരുത്തലുകൾ വരുത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? സമൂഹം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമൂഹത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ജെൻസി എന്ന് പറഞ്ഞൊരു വിഷയം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും തന്നെ ഇന്നലകളിൽ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ മാറി വരുന്ന സമൂഹത്തിൻ്റെ പോലീസിങ് നീഡ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്, അതിന് ഏത് നിലയിൽ പരിഹാരം കാണാൻ കഴിയും എന്ന തീരുമാനങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭാവന നൽകുക എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ വഹിച്ച പദവികളിലെല്ലാം തന്നെ അത് തുടക്കം മുതൽ സാധ്യമായ കാര്യങ്ങൾ അവിടെ ചെയ്തു, പോലീസിലായാലും പുറത്തായാലും. അതല്ല, അതിനപ്പുറം പക്ഷേ ആ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളുണ്ട്. ആ ഉൾക്കാഴ്ചകൾ ഇവിടെ പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം 1986 ഞാൻ തുടങ്ങുമ്പോൾ അന്നുള്ള സമൂഹമല്ല ഇന്നത്തെ സമൂഹം. അപ്പോൾ അന്നത്തെ ചില അടിസ്ഥാന വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഇവിടെ പ്രയോജനപ്പെടുത്താം. ലഹരിയുടെയൊക്കെ വലിയ രീതിയിലുള്ള വ്യാപനം പുതിയ തലമുറയെ അങ്ങനെ കാർന്നു തിന്നുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അതിനെയൊക്കെ എത്രത്തോളം നമുക്ക് ഒരു നേർവഴിയിലൂടെയൊക്കെ നയിക്കാനായി പോലീസ് സംവിധാനത്തിന് എത്രത്തോളം സാധ്യമാക്കും? ഈ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളും, ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ ആയാലും അല്ലെങ്കിൽ പുതിയ തലമുറയുടെ സമീപനത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ആയാലും ശരി, അതിൽ ഗുണകരമായൊരു വശവുമുണ്ട്, അതിൽ സമൂഹത്തിന് ദോഷകരമായൊരു വശവുമുണ്ട്. അപ്പോൾ ആ ദോഷകരമായ വശം അത് നിയന്ത്രിക്കുന്നതിന് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യമെടുത്താലും ശരി, പണ്ടേ മയക്കുമരുന്നൊക്കെ സമൂഹത്തിൽ കുറേശ്ശേ ഉണ്ട്, പക്ഷേ അത് അപകടകരമായ രീതിയിൽ വ്യാപിക്കുന്നു. പുതിയ സാങ്കേതിക ഉപയോഗിച്ച് അതിൻ്റെ വ്യാപനം നടക്കുന്നു. വളരെ അഗ്രസീവായിട്ട് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഇതൊക്കെ കൊണ്ടുപോകാൻ വരുന്നു. അങ്ങനെ പുതിയ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു വലിയൊരു പോലീസിങ് വിഷയമായിട്ട് വരും. അപ്പോൾ ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുകയും അതിന് പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി എങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രയോജിച്ചുകൊണ്ട് അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലാണ് ഞാൻ ഈ പ്രശ്നങ്ങളെ കാണുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്താണോ ഈ ലഹരി വ്യാപനം? കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്തെന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ തന്നെയാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായി വളർന്നു വന്ന് ഇന്നൊരു വലിയൊരു സമൂഹത്തെ ആകെ കാർന്നു തിന്നുന്ന വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. എവിടെയോ ഏതോ ചില വീട്ടിൽ നടക്കുന്ന, എവിടെയൊക്കെയോ ചില ആളുകൾ നേരെ ചൊവ്വയല്ലാതെ വഴിതെറ്റി നടക്കുന്ന ചില ആളുകൾക്ക് സംഭവിക്കുന്ന ദുരന്തം എന്ന നിലയിലാണ് ഇത് കണ്ടിരുന്നത്. ഇന്ന് ആ അവസ്ഥ മാറി. ആരും ഇതിൽ നിന്ന് മോചിതരല്ല. ഈ പ്രശ്നം ആരെയും ബാധിക്കും. അങ്ങനെ വലിയൊരു സാമൂഹ്യ വിപത്തായി ഇത് മാറിയപ്പോൾ അതിനെ നേരിടുന്നതിന് വളരെ പഴയ രീതിയിൽ, കൺവെൻഷണൽ രീതിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഏതാനും ആളുകൾ ഒറ്റപ്പെട്ട രൂപത്തിൽ നടത്തിയ ഒരു പ്രവർത്തനമായാൽ പോലും ഇന്ന് മൊത്തം സമൂഹം, ഉത്തരവാദിത്വ ബോധമുള്ള നമ്മുടെ പൗരസമൂഹം എല്ലാം തന്നെ ഈ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരണം. അതാണ് തൂഫാനിലൂടെ ലക്ഷ്യമാക്കുന്നത്. ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പദ്ധതികളും ഒക്കെ തന്നെയും കഴിഞ്ഞ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളൊക്കെ പ്രത്യേകിച്ച് ഈ സ്കൂൾ ഓപ്പണിംഗ് സമയത്തൊക്കെ കർശനമാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും നമ്മളവിടെ കണ്ടത് ഇത്തരത്തിൽ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ പോലെ നടത്തുമ്പോഴും അല്ലെങ്കിൽ പോലീസ് സംവിധാനം എക്സൈസൊക്കെ ശക്തമാക്കുമ്പോഴും ഇവരൊക്കെ ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന, ഇതൊരു ശ്രേണിയാണല്ലോ, ഇതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ വിതരണം ചെയ്യുന്ന കടകളിൽ അത്തരം പരിശോധനകൾ മാത്രം. അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ വരുന്നു, എങ്ങനെ അതിർത്തി കടന്ന് ഇവിടെ എത്തുന്നു, ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിന് പ്രധാനമായും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ, നിയമ തടസ്സം എന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ വല്ലാതെ ബാധിച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി, അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ അന്വേഷണമൊക്കെ പാതി വഴിയിലൊക്കെ നിലയ്ക്കുന്നൊരവസ്ഥയും, അങ്ങേക്ക് ഞാൻ ഒരിക്കലും അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തൂഫാനിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിപ്പെട്ട സമൂഹങ്ങളുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പഞ്ചാബ് പോലുള്ള സംസ്ഥാനം, അതുപോലെ മറ്റ് അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ പല ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ട്. കാരണം ഇത് വലിയ കോടികൾ മുടക്കി ഏതാണ്ട് ഒരു ക്രിമിനൽ വ്യവസായം പോലെ നടത്തുന്നൊരു പ്രസ്ഥാനമാകുമ്പോൾ
അത് പല രൂപത്തിൽ ഇത് ആക്രമിക്കാൻ ശ്രമിക്കും. ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് സമൂഹത്തിലൊരു കൺവെൻഷണലായിട്ടൊരു ക്രൈം നടക്കുകയാണ്. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, അല്ലെങ്കിൽ ഒരു മോഷണം നടന്നു, അല്ലെങ്കിൽ സ്ത്രീപീഡനം നടന്നു. ഇത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു വിക്ടിമുണ്ട്. ആ വിക്ടിം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു വലിയൊരു ഔട്ട്ക്രൈ ഉണ്ടാകുന്നു. പോലീസ് കമ്പൽഡാകുന്നു. നിർബന്ധമായി നടപടി സ്വീകരിക്കുന്നതിനുള്ള ഒരു ശക്തി മാധ്യമങ്ങളൊക്കെ അത് ടേക്കപ്പ് ചെയ്യുന്നു. മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ഈ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്നവരും അതുപയോഗിക്കുന്നവരും വിതരണം നടത്തുന്നവരും എല്ലാം തന്നെ ഇതിൽ പങ്കാളികളാണ്. ഇതിൻ്റെ ഒരർത്ഥത്തിൽ ഇതിനിരയായി പോകുന്ന ഇതുപയോഗിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകളായാലും അവർ പോലും ഇതിൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ പോലീസിലോ മറ്റ് ഏജൻസികളുടെ മുന്നിൽ വരുന്നില്ല. അപ്പോൾ ഒരു സാമൂഹ്യ ജാഗ്രത ഇതിനെതിരെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് തടയാനാകുള്ളൂ. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, പലപ്പോഴും പണ്ടൊക്കെ ഈ ചെറിയ തോതിൽ നടന്നിരുന്ന കാലത്ത് ഏറ്റവും ലോ ലെവലിൽ വിതരണം നടത്തുന്ന വ്യക്തിയോ മറ്റോ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിച്ച് അതവിടെ നിൽക്കുമായിരുന്നു. ഇന്ന് ഇതിൻ്റെ തോത് വർദ്ധിച്ച ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഉറവിടത്തിൽ ഈ മാഫിയകളെ നിയന്ത്രിക്കുന്ന ആ ഉന്നതങ്ങളിൽ അന്വേഷണത്തിൻ്റെ വഴിയിലൂടെ ചെന്നെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ, കാരണം ഈ നിയമ നടപടികളുടെ ഹീറ്റ്, നിയമ നടപടികളുടെ ഇമ്പാക്റ്റ് അവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഇത് തടയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ തൂഫാൻ്റെ ഭാഗമായിട്ട് പോലീസ് ഊന്നൽ നൽകുന്ന ഒരു ഭാഗം എങ്ങനെ ഇതിൻ്റെ അന്വേഷണ സംവിധാനം ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. നമുക്കിത് എത്രത്തോളം സക്സസ് ആയി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്, പ്രത്യേകിച്ച് ദിനം പ്രതി ഇത് വ്യാപകമാകുന്നൊരു സാഹചര്യത്തിൽ. പോലീസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രശ്നങ്ങൾ മാറി മാറി വരും. ഈ അംഗബലത്തിൻ്റെ പ്രശ്നമൊക്കെ വരും. ആ അംഗബലത്തിനും സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പോലീസിങ്ങിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട്, മുൻഗണനാക്രമം. ഇപ്പോൾ സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ നമ്മുടെ മുൻഗണന എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിൻ്റെ വിഷയത്തിലാണ്. ഇതൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇതിലേക്ക് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ, അന്വേഷണത്തിലും നടപടികളിലൊക്കെ ഉണ്ടാകുന്ന ലൂപ്പ് ഹോൾസ് ഒഴിവാക്കുന്നതിന്, അതിന് നമ്മളിത് പ്ലാൻ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി DGPയുടെയും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തി. അപ്പോൾ എങ്ങനെ നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനം ഈ മേഖലയിൽ ശക്തമാക്കാം, അതിന് ഈ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകേണ്ടുന്നതിൻ്റെ ആവശ്യകത, മറ്റ് അഡ്വക്കേറ്റ്സുമായിട്ടൊക്കെ ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ നിയമ നടപടിയെ, പ്രോസിക്യൂഷൻ നടപടിയെ, ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനെ ഒക്കെ ശക്തിപ്പെടുത്താം, അതിനുള്ള പരിശീലനം, അങ്ങനെ തുടർ നടപടി, അതൊക്കെ തന്നെ ഈ തൂഫാനിൽ എൻവിഷൻ ചെയ്യുന്നുണ്ട്. അങ്ങ് വിജിലൻസ് മേധാവിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ അങ്ങയുടെ ഈ സർവീസ് സ്റ്റോറിയിൽ കൃത്യമായി പറയുന്നുണ്ട്, വിജിലൻസിലായിരുന്ന കാലത്ത് നിശബ്ദമായി സംസാരിക്കുന്ന ഫയലുകളും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ഫയലുകളുമൊക്കെ അങ്ങ് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സർവീസിൽ അത് ബോധ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി പറയുന്നത് പോലെ നമ്മുടെ വിജിലൻസ് സംവിധാനം അത്ര കണ്ട് നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ അത്രത്തോളം ഈ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ മാറ്റി നിർത്തുക അല്ലാതെ അതിന് മറ്റെന്ത് പോംവഴിയാണുള്ളത്? ഈ അഴിമതിക്കെതിരായ പോരാട്ടം പല തലങ്ങളിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ സംസ്ഥാന വിജിലൻസ് വകുപ്പെന്ന് പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. വിജിലൻസിൻ്റെ പ്രവർത്തനത്തിലൂടെ രണ്ട് തരത്തിൽ, ഒന്ന്, ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ട്രാപ്പ് ചെയ്ത് പിടിച്ച സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായി. അത്തരത്തിലിത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുക, അതിനുള്ള ഇത് ചെയ്യുന്നുണ്ട്. രണ്ട്, ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കും എന്ന ഒരു തോന്നൽ, ഒരു സന്ദേശം ശക്തമായി നൽകുവാൻ കഴിയണം. അത് പ്രധാന കേസുകളിലും മറ്റും യഥാസമയം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി നിയമ നടപടികളിലൂടെ അത് ശിക്ഷ വാങ്ങി കൊടുക്കുവാൻ കഴിയണം. ഇങ്ങനെ പല തലങ്ങളിലായിട്ട് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ എല്ലാ അഴിമതിക്കാരെയും പോയി നേരിട്ട് പിടിക്കേണ്ട കാര്യമില്ല. ഇതൊരു പ്രവണതയാണല്ലോ. ഇപ്പോൾ ഒരു സാഹചര്യം അനുകൂലമായി വരുമ്പോഴാണ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ഇതിലേക്ക് തുനിയുന്നത്. ഇതിൽ പിടി വീഴും, നടപടി വരും, ഇത് രക്ഷപ്പെടാനാകില്ല എന്നൊരു സന്ദേശം നല്ല ആക്ഷനിലൂടെ, നടപടികളിലൂടെ, ഉദാഹരണ സഹിതം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തടയാൻ കഴിയും. ഈ ദൗർഭാഗ്യവശാൽ ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ ആരോഗ്യകരമായ ബന്ധത്തേക്കാൾ
അനാരോഗ്യകരമായ ബന്ധമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ കൂടുതലും കാണാൻ കഴിയുന്നത്. അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തിന് ശേഷം 50കളിലും 60കളിലും ഒക്കെ വന്ന രാഷ്ട്രീയ നേതാക്കൾ അവരെ നയിച്ചിരുന്ന മൂല്യങ്ങളെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഭവ പാഠങ്ങൾ, അതിൽ നിന്നുള്ള മൂല്യങ്ങളായിരുന്നു. പക്ഷേ കാലക്രമേണ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമുക്ക് നഷ്ടമായി. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അധികാരത്തിന് വേണ്ടിയുള്ള കിടമത്സരമായി രാഷ്ട്രീയം മാറുമ്പോൾ സങ്കുചിതത്വം അവിടെ കടന്നു വരും. അപ്പോൾ ഉദ്യോഗസ്ഥർ ഇതുപോലെയാണ്. നേരത്തെ ഇവരെ നിയന്ത്രിക്കാൻ വലിയ പ്രതിബദ്ധതയുള്ള ഉന്നതമായ മൂല്യങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ രണ്ട് സ്ഥലത്തും, ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തും രാഷ്ട്രീയത്തിലും രണ്ട് ഭാഗത്തും സ്വാർത്ഥത ലക്ഷ്യങ്ങൾ വളർന്നുകൂടുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇതിൽ കൂട്ടുകൂടിയാൽ, യോജിച്ചാൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് അങ്ങനെ സംവിധാനം ദുഷിക്കാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് നമ്മൾ ഭരണ സംവിധാനത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ സർവീസ്, IASഉം IPSഉം ഒക്കെ സൃഷ്ടിച്ച് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ സംരക്ഷണവും ഒക്കെ നൽകിയത് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയണം. അതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം രാഷ്ട്രീയം ഇനി അഥവാ ദുഷിച്ചാൽ പോലും ഉദ്യോഗസ്ഥന് നിയമപരമായ സംരക്ഷണമുണ്ട്, സ്വതന്ത്രമായി അത് നിർവഹിക്കുന്നതിന് കഴിയണം. രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ അല്ലെങ്കിൽ മന്ത്രിമാരോ ആ പദവിയിലിരിക്കുന്നവർക്ക് മുന്നിൽ നട്ടല് വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, അതൊരു രോഗമാണ് എന്നാണ് അങ്ങ് പറയുന്നത്. പണ്ടൊക്കെ IPSകാർക്കിടയിൽ ആ രോഗമുള്ളവർ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ കുറവൊക്കെ അങ്ങ് പരിഹരിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സംവിധാനത്തോട്, രാഷ്ട്രീയ നേതാക്കളോട് ഇപ്പോൾ തെറ്റായ ഒരു ഡിമാൻഡ് വന്നാൽ, ഇല്ല സാർ അത് സാധ്യമല്ല, ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം IASലും IPSലും എല്ലാം കൂടുതലായിരുന്നു. പക്ഷെ അങ്ങനെ തിരുത്തുന്ന ഉദ്യോഗസ്ഥരാണല്ലോ ഈ സംവിധാനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിശ്ചയമായും. കാരണം ഈ ഓൾ ഇന്ത്യ സർവീസൊക്കെ ബഹുമാനിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള കപ്പാസിറ്റി കൊണ്ടുകൂടിയാണ്. ഈ തെറ്റായ ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിന് കീഴ്പ്പെടാതെ, ഇല്ല ഇത് സാധ്യമല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറയുവാൻ കഴിയണം. അതിൻ്റെയൊക്കെ പേരിൽ കൂടിയാണ് ഈ സംവിധാനത്തെ ആളുകൾ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഭരണസമ്പ്രദായം എന്ന് പറയുന്നത് പോലീസിംഗ് ആയാലും മറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയാലും ഒരു ശാസ്ത്രജ്ഞൻ അന്തരീക്ഷത്തിലേക്ക്, ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിടുന്ന പോലുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല. അത് അസാമാന്യമായ ബുദ്ധിശക്തി ആവശ്യമുള്ള കാര്യമല്ലേ. ഇപ്പം ഞാൻ പറയും, സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ വലിയ മത്സരമുണ്ട്, അത് പാസ്സാകണം. പക്ഷേ ദൈനംദിന ഭരണം നേരാവണ്ണം കൊണ്ടുപോകുവാൻ കുറച്ച് മൂല്യബോധവും സാമാന്യ ബുദ്ധി, ദീർഘവീക്ഷണമൊക്കെ മതി. അത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പം അവിടെ വേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. നമുക്ക് ഈ നിലപാടെടുക്കാനുള്ള കഴിവ് എന്ന് വിചാരിച്ച് ഏറ്റുമുട്ടലല്ല. ഇതൊരു ഏറ്റുമുട്ടലല്ല. ഇപ്പം കേരളത്തിലൊക്കെ കാര്യങ്ങൾ കുറേ കൂടി ആശയവിനിമയം നടത്താവുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സാർ അപ്പോഴും അങ്ങയുടെ സർവീസ് കാലത്ത് അതുപോലെ തിരുത്താനും ഇത് അങ്ങനെയല്ല, ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പിൽക്കാലത്ത് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നതിന് പിന്നിലൊരു കാരണം എന്തായിരിക്കും? എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. അത് കുറേ ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഈ വല്ലാതെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ അതിനുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ട് വരുമ്പോഴും ഒരു പക്ഷേ സമൂഹത്തിൽ അതിലൊക്കെ കുറേ മാറ്റം വരും. അതിനെ നമുക്കൊരു പൂർണ്ണമായി നെഗറ്റീവായൊരു സെൻസിൽ അല്ലെങ്കിൽ കാണേണ്ടതില്ല. കാരണം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ തന്നെ ഒരു കഴിവ് അതാണല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് പോകുന്നു, ഒരു സംവിധാനത്തിൻ്റെ വലങ്കൈ പോലെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മാറ്റം വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പ്രതിരോധത്തിലാകുന്നു. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഇടപെടലാണ്. നിങ്ങൾക്ക് ആജീവനാന്തം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടിമയെ പോലെ കഴിഞ്ഞാൽ എന്തുമാകാം, എങ്ങനെയും രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ അതിന് ജനാധിപത്യം നൽകുന്ന മറുപടിയാണിത്. നിങ്ങളുടെ പ്രവൃത്തി സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും.
അത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടിമയായി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആജീവനാന്തം സുഖ സൗകര്യത്തോടുകൂടി കഴിയാനാകും, അല്ലെങ്കിൽ എൻ്റെ സ്വർഗത്തിൽ വിരാജിക്കാം എന്നുള്ളതല്ല. അപ്പോൾ ആ പാഠങ്ങളൊക്കെ കണ്ട് പഠിക്കുന്നവരുമുണ്ട്. പലപ്പോഴുമൊക്കെ ഈ സർവീസിലിരുന്ന് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരെ അനന്തമായ സസ്പെൻഷനിലേക്ക് ആക്കുന്നു. അതിനുശേഷം അവരെ ഇടം വലം തിരിയാൻ കഴിയാത്ത രീതിയിൽ അവരെയൊക്കെ അങ്ങനെ പിടിമുറുക്കുന്ന സർക്കാരുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ ഈ വരും തലമുറയിലെ IAS IPS ഉദ്യോഗസ്ഥർക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ അത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെയാണോ ഇവരെ പിന്നോട്ട് ചലിപ്പിക്കുന്നത്? ഇല്ല, അത്ര ഭയക്കേണ്ട അന്തരീക്ഷം ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അത്ര ഭയമാണെങ്കിൽ അവർ ഓൾ ഇന്ത്യ സർവീസിൽ പുറത്തു പോകണം, ഇരിക്കാൻ യോഗ്യരല്ല. നമുക്ക് എതിർപ്പുകളുണ്ടാകും, പ്രശ്നങ്ങൾ വരും, അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് വേണം. കാരണം ഇത്ര ദുർബലരാണെങ്കിൽ നമ്മളെങ്കിലും എങ്ങനെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്? എന്ത് ധൈര്യമാണ് അവരെ നയിച്ചത്? എത്ര ആളുകൾ ജീവൻ കൊടുത്താണ് അത്. അത്തരം ആളുകളെ നമ്മളൊക്കെ നമ്മുടെ ജീവിതകാലത്ത് കണ്ടിട്ടുണ്ട്. അവരുടെ ആ തലമുറയിൽപ്പെട്ട ആളുകൾ, അതിനുവേണ്ടി പോരാടിയ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പൊതു നന്മയ്ക്ക് വേണ്ടി ആവശ്യമായ ഘട്ടത്തിൽ നിലനിർത്താൻ കഴിയുന്നു. ചില നിലപാടെടുക്കാനൊക്കെ കഴിയണം, അതിനുവേണ്ടി ത്യാഗം സഹിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു പാരമ്പര്യം നമുക്കുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പ്രചോദനം നമുക്ക് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, നമ്മുടെ ഇതെല്ലാം പഠിപ്പിച്ച് വലിയ ഉന്നത നേതാക്കൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇവരുടെ സംഭാവനയൊക്കെ പഠിച്ച് പരീക്ഷ എഴുതിയാണ് നമ്മളിത് കടന്നു വരുന്നത്. ഈ പഠിക്കുന്നത് പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ, അംബേദ്കറെ പറ്റി പഠിക്കുമ്പോൾ, ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും പട്ടേലിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിലെ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മളെ കുറച്ചെങ്കിലുമൊക്കെ സ്പർശിക്കണം. അല്ലാതെ പരീക്ഷ കഴിഞ്ഞു സ്വാതന്ത്ര്യ സമരം എത്തി എന്നുള്ളത് മടക്കി നമുക്കിനി അങ്ങനെ അല്ല. കുറച്ചൊക്കെ നമുക്കൊരു അതിൽ നിന്നൊക്കെ കൂടിയുള്ള പാഠങ്ങളും കൂടി നമ്മളെ ഇടയ്ക്കൊക്കെ ഓർക്കണം. അങ്ങനെ അല്ലെങ്കിൽ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഈ ഇവരെയൊക്കെ തന്നെയും പുതുതായി വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെയും വഷളാക്കുന്നതിന് പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. അത് അങ്ങനെ പറയുന്നുണ്ട്. ഒരു ഏറ്റവും അധികം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും വലിയൊരു മഹാത്മാഗാന്ധിയെ ചിത്രീകരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് IPS ഒക്കെ ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ തന്നെയും ഇങ്ങനെ വഷളാക്കുന്നതിന് പിന്നെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇല്ലേ? ഇല്ല, അങ്ങനെയില്ല. ഇപ്പം ഞാൻ വഷളായി പോകുന്നെങ്കിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എനിക്കാണ്. എന്താണ് അതിന് രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുക കൂടി ചെയ്യുന്നില്ലേ സാർ? ഇതിൽ വരുന്നത് ഉദ്യോഗസ്ഥൻ്റെ പങ്ക്, രാഷ്ട്രീയക്കാരൻ്റെ പങ്ക്. ഈ ജനാധിപത്യ സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം പൗരസമൂഹത്തോടുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വം അതിന് മുതിരാതെ ഒരു വൃത്തികെട്ട ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി അയാൾക്ക് അനർഹമായ സ്ഥാനങ്ങൾ നേടിക്കൊടുത്ത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് രാഷ്ട്രീയമായ ഒരു വീഴ്ചയാണ്, പരാജയമാണ്. അതിന് ആ മനുഷ്യൻ സമൂഹത്തോട് തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ അക്കൗണ്ടബിളാണ്. പക്ഷേ ഉദ്യോഗസ്ഥൻ ഇതിന് വിധേയനാകുന്നത്, കാരണം ഉദ്യോഗസ്ഥനൊരു സർവീസ് റൂളുണ്ട്, അയാൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുത്ത വ്യവസ്ഥയുണ്ട്. അതിന് പകരം ഞാൻ എന്ത് വൃത്തികേടിനും തയ്യാറാണ് എന്ന് ഉള്ള രൂപത്തിൽ അയാൾ ചലിക്കുകയും അതിനെ ആളുകൾ ചൂഷണം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇത് ഞാനല്ല ഉത്തരവാദിത്വം. ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്തമാണ്. ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വവും രാഷ്ട്രീയത്തിൻ്റെ ഉത്തരവാദിത്വവും വ്യത്യസ്തമാണ്. പല മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ടുള്ളതാണല്ലോ. കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങക്ക് പേരെടുത്ത് പറയാവുന്നത് പറ്റുമെങ്കിൽ അങ്ങനെ ആരെയാണ് അങ്ങ് പറയുന്നത്? ഇല്ല, ഇതിൽ ഒരു താരതമ്യത്തിനൊന്നും ഒന്നോ രണ്ടോ വ്യക്തി എന്നല്ല, പലർക്കും പല ഗുണങ്ങൾ കാണുമല്ലോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ ആലപ്പുഴ SP ആയിട്ട് സർവീസിൻ്റെ ആരംഭകാലത്ത് പോകുമ്പോൾ 91 പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്തു കഴിഞ്ഞ ഉടനെ ഒരു സബ് ഇൻസ്പെക്ടറെതിരെ ഒരു ആരോപണം ഉണ്ടായി. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ അട്രോസിറ്റി നടത്തി എന്ന് പറഞ്ഞ് വലിയ ആരോപണം വന്നു. അപ്പോൾ എനിക്ക് DGP തലത്തിലും എല്ലാവരും ഫോൺ വിളിക്കുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമാണ്, മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തി, അദ്ദേഹം വളരെ ദേഷ്യത്തിലാണ്, നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ആ സ്പോട്ടിൽ പോയി അന്വേഷിച്ചു. നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം കണ്ട് അന്വേഷിച്ച് വന്നപ്പോൾ
ഒരു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടറാണ്. അയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഞാൻ കണ്ടില്ല. ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നു. അപ്പോൾ അന്നത്തെ DGPയോട് വിശദീകരിച്ചു, പിന്നെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരോടെല്ലാം വിശദീകരിച്ചു, എൻ്റെ നിലപാട് പറഞ്ഞു. അപ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ അല്പം ശ്രമം ഉണ്ടായെങ്കിലും ഞാനത് വസ്തുതകൾ ഞാനന്ന് പ്രശ്നം നന്നായിട്ട് പഠിച്ചിരുന്നു. അതിനുശേഷം DGP പറഞ്ഞതനുസരിച്ച് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ പോയി. അന്ന് ശ്രീ K. കരുണാകരനാണ് ക്ലിഫ് ഹൗസിൽ. ഞാൻ SP ആയിട്ട് ചാർജ് എടുത്തിട്ട് 1 മാസം പോലും ആവുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയി കാണുന്നത്. അപ്പോൾ ഈ വിഷയം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ കോപാകുലനാണ്, ഇപ്പോൾ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഈ പ്രശ്നം വിശദമായി പറഞ്ഞു കൊടുത്തു. അത് ഞാൻ സൂക്ഷ്മമായിട്ട് ഞാൻ പഠിച്ചിരുന്നു. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി കേട്ടു, മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് അദ്ദേഹം എൻ്റെ നിലപാടിനോട് യോജിച്ചു. എൻ്റെ നിലപാടിനോട് യോജിക്കുക ചെയ്ത് ഞാൻ പറഞ്ഞു തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അദ്ദേഹം വളരെ കോപാകുലനാണ്, ഇപ്പോൾ അങ്ങനെ നടപടി എടുക്കും എന്നൊക്കെയാണ്. എനിക്ക് ബോധ്യമായൊരു കാര്യം പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്കിതിൽ മറ്റ് ലക്ഷ്യമൊന്നുമില്ല. ഞാനവിടെ പുതുതായിട്ട് ചെന്ന ആളാണ്. നേരിട്ട് പോയി വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹം ക്ഷമയോടുകൂടി അത് കേട്ടു, എൻ്റെ നിലപാടിനോട് യോജിക്കാനുണ്ടായി. പക്ഷെ നമ്മളിതിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ, ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമുന്നതമായ ഒരു വ്യക്തിത്വമാണല്ലോ. അദ്ദേഹത്തിന് തീരുമാനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന നിലയിലാണെന്നൊക്കെ പറയുമ്പോൾ ഈ വസ്തുതകൾ ധരിപ്പിക്കുന്നതിൽ പലപ്പോഴും ഉദ്യോഗസ്ഥർ മടി കാണിക്കും. എനിക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ബഹുമാനം തോന്നി, ആശ്വാസത്തോടുകൂടിയാണ്. കാരണം നമ്മളപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ അയാൾ അർഹിക്കാത്ത തരത്തിൽ സസ്പെൻഡ് ചെയ്താൽ ആ ഉദ്യോഗസ്ഥൻ പിന്നെ ഏത് നിലയിൽ സംവിധാനത്തെ വിശ്വസിച്ച് പോകും? ഇതിൽ പോലീസുകാർക്കിടയിൽ ആത്മഹത്യ വലിയ രീതിയിൽ, അതായത് പലപ്പോഴും അവർക്ക് സമ്മർദ്ദം താങ്ങാനാകുന്നില്ല, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പീഡനം ഒക്കെ വരുന്ന ഈ ആത്മഹത്യാ കേസുകൾ വലിയ രീതിയിൽ കൂടി വരികയാണല്ലോ. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ സംഭവിക്കുന്ന ആത്മഹത്യ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഇപ്പം ഞാൻ സർവീസിൽ ആദ്യം ഒരു ആത്മഹത്യ അഭിമുഖീകരിച്ചപ്പോൾ ഒരു AR ക്യാമ്പിൽ കുറേ തോക്കല്ല റൗണ്ട്സ് കാണാതായി. ഇതിന്മേലൊരു എൻക്വയറി ഓർഡർ ചെയ്തു. ആ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ മനുഷ്യൻ സംഘർഷത്തിൽ നടക്കുകയായിരുന്നു. ഈ അന്വേഷണം കഴിയുമ്പോൾ എനിക്ക് പ്രശ്നമാവും എന്നുള്ള നിലയിൽ. പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഗൗരവകരമായ ഒരു വീഴ്ചയും അയാളുടെ ഭാഗത്തുണ്ടായില്ല. അവിടെ സർവീസിനുള്ളിൽ തന്നെ തൻ്റെ സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരോ ഒക്കെ തന്നെ ശരിയാവണ്ണം അയാളോട് സംസാരിച്ച്, നിങ്ങളിതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് പറയാം, നിങ്ങളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇടപെട്ടിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ജോലിക്കിടയിൽ പല വിധത്തിലുള്ള സംഘർഷങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. ഇതിനൊക്കെ തന്നെ ഇൻറ്റേർണലായിട്ട് തന്നെ നമ്മുടെ വർക്കിംഗ് എൻവയറൺമെൻറ്റിൽ തന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥർ, സഹപ്രവർത്തകർ ഇവരുമായിട്ടൊക്കെ തന്നെ പങ്കിടാനും ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം, ഇങ്ങനെ ചിലപ്പോൾ തെറ്റ് പറ്റിയെന്ന് വരാം ഒരു മനുഷ്യന്. നമ്മളാരും തെറ്റുകൾക്ക് അതീതരല്ലോ. ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി, ഇനി എന്താണ് ഇതിനൊരു ന്യായമായൊരു പ്രതിവിധി എന്ന നിലയിലൊക്കെ ഒരു തുറന്ന ആശയവിനിമയത്തിനുള്ള സംവിധാനം നമ്മുടെ വർക്കിംഗ് എൻവയറൺമെൻറ്റിൽ ഉണ്ടാക്കണം. പിന്നെ പ്രൊഫഷണലായിട്ട് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു, അങ്ങനെ തോന്നുന്ന ഒരാളിന് അല്ലെങ്കിൽ വരുന്ന ആളിന് അത് അറിയിക്കുന്നതിനും റിലീഫ് തേടുന്നതിനൊക്കെ ഉള്ള സമ്പ്രദായം ആധുനികമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ടുള്ളത് അങ്ങനെയൊക്കെ നടത്തി ഇത് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.